നെക്സ്റ്റ് ഈസ് ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി. എപ്പോഴും ഒരു ദേഷ്യഭാവം, എപ്പോഴും ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മൂഡ്. നമ്മൾ എങ്ങനെയൊക്കെ അവരെ കംഫർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് കംഫർട്ട് ആകാൻ പറ്റാത്തൊരവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആങ്കർ പെട്ടെന്ന് വരുന്നു. ചിലപ്പോൾ ആ ആങ്കർ അഗ്രസീവ് മോഡിലേക്ക് വരെ പോകുന്നു. സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ സ്കൂൾ ബാഗുകൾ വലിച്ചെറിയുക, ഷൂസ് എവിടെയെങ്കിലുമൊക്കെ അലസമായിട്ടിട്ടിട്ട് പോവുക. അങ്ങനെ പല പല നേച്ചർ നമുക്ക് അവരുടെ ബിഹേവിയറിൽ കാണാനായിട്ട് സാധിക്കും. സിബ്ലിങ്സിനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാകുക, പേരൻസിനോട് ദേഷ്യം ഉണ്ടാകുക. അപ്പോൾ ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി സൈനായിട്ട് കാണാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ടെമ്പർ ടാൻട്രംസ്. നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ഒരു ഇറിറ്റബിലിറ്റി, അതിൽ നിന്ന് പെട്ടെന്ന് അവരുടെ ടെമ്പറിൻ്റെ ഒരു സ്വിങ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡിഗ്രീസ് മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു വല്ലാത്ത ടാൻട്രം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ, വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന കുട്ടികൾ പോലും ഈ ഒരു ആൻസൈറ്റി കാരണം ഇത്തരത്തിലുള്ള ടാൻട്രംസിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലിങ്ങിങ് മോഡ്. ക്ലിങ്ങിങ് മോഡ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ആ ഒരു പേരൻസിനോടുള്ള ക്ലിങ്ങിങ്നെസ് ഉണ്ട്, പ്രത്യേകിച്ച് അമ്മമാരോട് ക്ലിങ്ങിങ്നെസ് ഉണ്ട്. പക്ഷേ നേരത്തതിനേക്കാളും മുൻപുണ്ടായിരുന്നതിനേക്കാളും കവിഞ്ഞ് എപ്പോഴും പേരൻസിൻ്റെ കൂടെ ആയിരിക്കണം. അല്ല, അമ്മ വേണം, അമ്മ അടുത്തുണ്ടായിരിക്കണം. അമ്മ ക്ലാസ്സിൻ്റെ വെളിയിലായാലും ആ വിൻഡോയിൽ കൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഡോർ അടയ്ക്കാൻ മിസ്സിനോട് സമ്മതിക്കാതിരിക്കുക. അമ്മ പുറത്ത് നിൽപ്പുണ്ടെന്നുള്ള ഒരു എന്താ കോൺസെപ്റ്റ് എങ്കിലും വേണം. അമ്മ പുറത്ത് നിൽക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ഒരു ക്ലിങ്ങിങ്നെസ് വല്ലാതെ നമ്മളെ വിട്ടുപോകാൻ, അല്ലെ പേരൻസിനെ വിട്ടുപിരിയാനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അതിൽ നിന്ന് കുട്ടിക്കൊരു സെപ്പറേഷൻ ആൻസൈറ്റി പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സെപ്പറേഷൻ ആൻസൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസ് ഇല്ലാതാകുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഇൻസെക്യൂർ ഫീലിങ്സും അതുപോലെ തന്നെ ആ പുതിയ എൻവയോൺമെൻറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സേഫർ സോണിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലും പാർട്ട് ഓഫ് ദിസ് ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ് ആണ്. റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുണ്ടാവും. എപ്പോഴും റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ വല്ലാതെ ഓടി നടക്കുന്നു, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു. അവർക്ക് സ്വയം ഒരു പാസീവ് മൂഡ് വരുന്നതും റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ ഒരു സൈൻ ആൻഡ് സിംറ്റമാണ്. അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാസീവ് മൂഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇറിറ്റബിൾ ആകുന്നുണ്ടെങ്കിൽ, സെപ്പറേഷൻ ആൻസൈറ്റി കൂടി വരുന്നുണ്ടെങ്കിൽ, ക്ലിങ്ങിങ്നെസ് കൂടി വരുന്നുണ്ടെങ്കിൽ, അതൊരു ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റിയുടെ സൈൻ ആൻഡ് സിംറ്റമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ കൂടുതൽ അവരെ പ്രഷറൈസ് ചെയ്യാതെ, ഫോഴ്സ് ചെയ്യാതെ, അവർക്ക് കുറച്ചുകൂടെ അഷ്വറൻസ് കൊടുക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക, ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.